പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ആദ്യമായി നമ്മൾ സ്പെഷ്യൽ കുമ്പളപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യമായി നമ്മൾ പാത്രത്തിലേക്ക് സ്പെഷ്യൽ ശർക്കര പൊടി ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം അതിന് തേങ്ങാക്കൊത്ത് കുത്തി അരിഞ്ഞിടാം. അതെല്ലാം ഇഷ്ടമുള്ള തേങ്ങ അരിഞ്ഞ് വേണമെങ്കിലും ഇടാം. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നതാണ് മുന്തിരിങ്ങ, ഈന്തപ്പഴം, ശർക്കര, ബദാം, ഇതെല്ലാം ചേർത്തുള്ളതാണ് സ്പെഷ്യൽ കുമ്പളപ്പം. ഇത് നമ്മൾ പെട്ടെന്ന് കഴിയും. ഇത് മിക്സിയിലിട്ട് അടിച്ച് വേണം എടുക്കാം. ഇത് പിന്നെ വേറെ പ്രത്യേകം അധികം വെള്ളം ആവശ്യമായി വരുന്നില്ല കുഴപ്പം. അത് നമ്മൾ അരിഞ്ഞതിന് ശേഷം എല്ലാം ഇങ്ങനെ ചേർത്ത് ഒഴിക്കുക. സ്പെഷ്യൽ കുമ്പളപ്പത്തിന് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് പഴം അരിഞ്ഞത്, ഇത് ഏലയ്ക്ക, ഇത് മുന്തിരിങ്ങ, ഇത് ഈന്തപ്പഴം, ഇത് തേങ്ങ ഇങ്ങനായി അരിഞ്ഞത്, ഇത് ബദാം, ഇത് ശർക്കര, ഇത് സ്പെഷ്യൽ ഗോതമ്പ് പൊടിയാണ്. ഈ ഗോതമ്പ് പൊടി ഇപ്പോൾ എല്ലാം അടുപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് നിന്ന് അതിന് ശേഷം പഞ്ചാര ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. സ്വല്പം ആവശ്യത്തിന് മധുരം ചേർക്കുക. അതിനുശേഷം ശർക്കരയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ശർക്കരയും ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സിയിലിട്ട് സ്പെഷ്യൽ ഗോതമ്പ് പൊടിയാണ്. അത് ആനുപാതികമായ രീതിയിൽ കൊടുക്കും. ഞാനിവിടെ 3/4 കിലോയാണ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അനുവാദത്തിന് ഉണ്ടാക്കാൻ സാധിക്കും. ആവശ്യത്തിന് ഉപ്പ്, ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പൊടിക്കുക. അതിന് ശേഷം നമുക്കിത് വിളവ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയ സോഫ്റ്റ് കുമ്പളപ്പം ഉണ്ടാക്കാൻ സാധിക്കും. ലാസ്റ്റ് വേണം ചിലപ്പം വെള്ളം ചേർത്താൽ അത് വെള്ളം ചേർത്തില്ലേ സാധിക്കും. കുഴച്ച് കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് മാവ് ലഭിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു മണിക്കൂർ ഈ മാവ് ഒന്ന് സോഫ്റ്റ് ആകാൻ വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ മുമ്പേ കാണിച്ചതായിട്ട് എല്ലാ കാര്യങ്ങളും മിക്സിയിൽ വെച്ച് അടിച്ച് എല്ലാം കൂടെ കുഴച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ കിട്ടും. അതിനുശേഷം നമ്മൾ 1 മണിക്കൂറത്തേക്ക് നമ്മൾ സോഫ്റ്റ് ആകാൻ വെക്കുക. സോഫ്റ്റ് ആകാൻ വെച്ചതിന് ശേഷം നമുക്കിത് വഴണിയിലേക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്പച്ചണ്ടി വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് വയ്ക്കാം. ഈ സോഫ്റ്റ്വെയറാണ് നമ്മുടെ കുമ്പിളിലേക്ക് നടക്കുക. ചിലർ ഇറക്കിൽ കുത്തി ചിലർ അകത്തോട്ട് മടക്കി
മടക്കി വെച്ചാണ് അതിനുശേഷം ആവി വന്നതിന് ശേഷം അതിൽ വെക്കും. അതുപോലെ സെറ്റായിട്ട് തുടങ്ങി ഒരു ഓരോന്നും നമ്മൾ നടത്തിയത് വെച്ചതിന് ശേഷം അടുത്ത് വെക്കും. മണിക്കൂർ ബാക്കി വെച്ചതിന് ശേഷം അരമണിക്കൂർ വെയിറ്റ് ചെയ്യും. അരമണിക്കൂർ കഴിയുമ്പോൾ ഉണ്ടാക്കി വെന്ത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ അടയ്ക്കുക. അടച്ചതിന് ശേഷം നമ്മൾ അരമണിക്കൂർ അതിനെ വേഗം തന്നെ വയ്ക്കുക. നമ്മുടെ കുമ്പളപ്പം റെഡി ആയി കഴിഞ്ഞു. ഇനി എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.